ഹലോ എൻ്റെ എല്ലാ ചങ്കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്നറിയാം. കാര്യം നിങ്ങൾ തമ്പനിയിൽ കണ്ട മാതിരി നമ്മുടെ ഇന്ത്യ പിന്നെയും ഒരു ലോകകപ്പ് ഉയർത്തിയിരിക്കുകയാണ്. പറയാൻ വാക്കുകളില്ല. ഒരുപാട് നെഞ്ചത്ത് കൈവച്ചിട്ടുള്ള സന്തോഷവും സ്നേഹം മാത്രം. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു ലോക കിരീടം കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം 2023 50 ഓവർ ലോകകപ്പിൽ നമ്മൾ ഒരു മാച്ച് പോലും തോക്കാണ്ട് വന്ന് ഏറ്റവും അവസാനം ഫൈനലിൽ തോറ്റുപോയി. അത് മുംബൈയിൽ. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ സെയിം ഇന്ത്യയിലാണ് വന്നേക്കണത് കപ്പടിക്കുമെന്നുള്ളത്. ഭയങ്കര നിരാശയായിപ്പോയി. പിന്നെ എന്നെ സംബന്ധിച്ച് 90s കിഡ്സായ എന്നെ സംബന്ധിച്ച് 2003 ക്രിക്കറ്റ് കളി തൊട്ട് ഞാൻ കാണുന്നുണ്ട്. 1999 കളി കാണുന്നുണ്ടെങ്കിലും അത്രപ്പെടുത്ത് കളി വലിയ വിവരമൊന്നുമില്ല. അന്ന് 9 വയസ്സുള്ളൂ. 2003 ആയപ്പോൾ ഏകദേശം ഒരു ധാരണയായി ക്രിക്കറ്റ്. അന്ന് 2003 നമ്മുടെ ഇന്ത്യ ഫൈനലി നല്ല സൂപ്പർ ടീമായ ഓസ്ട്രേലിയയോടൊപ്പം തോറ്റുപോയി. സേവാഗിൻ്റെ ഒറ്റയാൾ പോരാട്ടം മറക്കാൻ പറ്റില്ല. 2007 നമ്മൾ പ്രഥമ റൗണ്ടിൽ പുറത്തായി 50 ഓവറിൽ. പക്ഷേ 2007 ആദ്യമായിട്ട് 2020 ലോകകപ്പ് വന്നപ്പോൾ ആ കപ്പ് നമ്മുടെ ധോണിയും പിള്ളേരടിച്ച് അന്ന് കപ്പടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സത്യസത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2020 നമുക്ക് വലിയ സംഭവം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് 50 ഓവർ മാച്ചിനോടാണ് കൂടുതൽ താല്പര്യം. ഇത് 20 ഓവറിൽ കളി തീരണേണല്ല എന്നൊക്കെ ഒരു ചിന്ത കൊണ്ട് ഈ കപ്പിന് അത്ര വാല്യൂ ഒന്നും കൊടുത്തില്ല. പക്ഷേ 2007 ശേഷം ഈ 2024 നമുക്ക് പിന്നെ ഒരു 2020 ലോകകപ്പ് കിട്ടുന്നത്. എത്ര വർഷത്തെ കാത്തിരിപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 17 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു 2020 ലോകകപ്പ് കിട്ടുന്നത്. ആ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇത്ര ഇമോഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലേ. എനിക്ക് എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകളില്ല. ഇപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മാലദ്വീപ്സിൽ ഈ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ശാന്തിയും സമാധാനത്തോടു കൂടി ഇങ്ങനെ പറയുമ്പോൾ എന്ത് സുഖമാണെന്ന് അറിയാമോ. ഞങ്ങൾ ഇന്നലെ എല്ലാവരും കളി കണ്ടു. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ലെജൻസൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതിന് തന്നെ ദൈവത്തിനോട് നന്ദി പറയണം. അന്ന് ഇന്നും ക്രിക്കറ്റിന് ഇഷ്ടപ്പെടാൻ വേണ്ടി കാരണമായ നമ്മുടെ സ്വന്തം ക്രിക്കറ്റിൻ്റെ ദൈവമായ സച്ചിൻ പുള്ളിക്കാരനുള്ളത് കൊണ്ട് മാത്രമാണ് ക്രിക്കറ്റിന് ഇഷ്ടപ്പെട്ടത്. മടൽ ബാറ്റിലെ MRF എന്ന് ഞാൻ സ്കെച്ച് പെനും കൊണ്ടൊക്കെ എഴുതി ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് പോവും. പാടത്ത് പോയി കളിക്കലും ഒരൊറ്റ ബോൾ കൊള്ളുമ്പോഴേക്കും പേപ്പറൊക്കെ തെറിച്ച് പോവും. അങ്ങനെ ക്രിക്കറ്റ് ഭ്രാന്തനായിട്ട് ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. നമ്മളും ഇതുപോലെ കളിച്ചു. ഞാനൊക്കെ ക്രിക്കറ്റ് നമ്മൾ വലിയ പ്ലെയറൊന്നുമല്ല, കണ്ടം ക്രിക്കറ്റ് കളിക്കാരനാണ്. എല്ലാ കളിയും ഫോം ഔട്ടായി. പക്ഷേ ഫസ്റ്റത്തെ കളി തന്നെ ലാസ്റ്റത്തെ ഒരു ബോളിൽ നിന്ന് 1 റൺ വേണമായിരുന്നു. 6 അടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു സാധാ ടൂർണമെൻറ്റിൽ നമ്മൾ ഒരു കളി ജയിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, എന്ത് പറയാനാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, കളി കണ്ടു. അടിപൊളി കളി. അതിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി റിട്ടയർ ചെയ്തു 2020 നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല കാര്യം എന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്ലെയേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. കളിക്കാൻ ഒരുപാട് പേരുണ്ട്. അവർക്ക് അവസരം കിട്ടണം. അപ്പോൾ അവരും അതുപോലെ നല്ലൊരു കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ആയിട്ട് മാറട്ടെ. നമ്മുടെ സഞ്ജു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സഞ്ജു പ്രത്യേകിച്ച് മലയാളി ടീമിലുണ്ടോ നമ്മൾ കപ്പടിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2007 വേൾഡ് കപ്പ് നമുക്ക് നോക്കാം. അതിനകത്ത് 2020 വേൾഡ് കപ്പ്, അതിനകത്ത് ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ശ്രീശാന്തിൻ്റെ കയ്യിലാണ് ആ ക്യാച്ച് വന്നത്. അന്ന് നമ്മൾ 2020 വേൾഡ് കപ്പ് പ്രഥമ വേൾഡ് കപ്പ് നമ്മൾ അടിച്ചു 2020. 2011 ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ആശിഷ് നെഹ്റക്ക് പരിക്ക് പറ്റിയതിന് ശേഷമാണ് ശ്രീശാന്തിനൊരു അവസരം കിട്ടുന്നത് ഫൈനലിൽ. പക്ഷേ പുള്ളിക്കാരനെ അടിച്ച് പറപ്പിച്ചളഞ്ഞു. പക്ഷേ എന്താ പറയുക, എന്നിട്ടും ശ്രീശാന്ത് ഉണ്ടായിരുന്നു, മലയാളി ഉണ്ടായിരുന്നു, നമുക്ക് ലോകകപ്പ് അടിച്ചു. ഇത്ര വർഷത്തിന് ശേഷം പിന്നെയും ഒരു മലയാളിക്ക് ലോക ടീമിൽ സ്ഥാനം കിട്ടി. നമ്മുടെ ചക്കരമുത്ത് സഞ്ജു. അവൻ കളിച്ചില്ല, ഒരു കളി പോലും കളിച്ചില്ല. എന്നിരുന്നാൽ പോലും മച്ചാൻ ടീമിലുണ്ടായിരുന്നു. മലയാളി എന്നും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗ്യമാണ്. പക്ഷേ ഈ വേട്ടാവളിയന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ലല്ലോ, നമ്മൾ ഭാഗ്യക്കേടാണെന്നാണ് ഈ മൈലുകളുടെയൊക്കെ വിചാരം. അയ്യോ, ഞാനൊരു തെറി പറഞ്ഞു, ക്ഷമിക്കണോട്ടെ സാർ. അപ്പോൾ അതാണ്, എന്താ പറയാൻ വാക്കുകളില്ല. സഞ്ജു ഉണ്ടോ, മലയാളി ഉണ്ടോ, നമുക്ക് അടിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം ഹാട്രിക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാട്രിക് അല്ല, 3 തവണയും നമ്മുടെ ലോകകപ്പ് നമ്മൾ ഉയർത്തുമ്പോൾ നമ്മുടെ ടീമിൽ മലയാളി ഉണ്ട്. അതാണ് സത്യം.
എന്താ പറയുക, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വ്ളോഗ് ചെയ്യണത്. ഏകദേശം 1 മാസമായി നമ്മുടെ ജോലി കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി വ്ളോഗാണ്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ സൗണ്ട് കേൾക്കണമെങ്കിൽ കാണാം, ഇവിടെ തിരമാലയുടെ സൗണ്ടാണ്. മാലദ്വീപ്സിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഡേ ഓഫാണ്. നാട്ടിലെല്ലാവർക്കും ഓഫായിരിക്കും അറിയാം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എന്നെ പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, ഒരു ഇന്ത്യക്കാരാണ് നമ്മളെല്ലാം. നിങ്ങൾക്ക് തോന്നിയ ഫീലിങ്സ് എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ചെയ്യണേ, മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ നോക്കാം. നമ്മുടെ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വ്ളോഗ് നമ്മുടെ പാഷനാണ്. പക്ഷേ രണ്ടും കൊണ്ട് പോകാൻ ഇവിടുത്തെ സാഹചര്യം ഇതാക്കണില്ല. നല്ല നല്ല കണ്ടൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ ഒന്നും സെറ്റാവണില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ രോഹിത്തിനും വയസ്സായി, കോഹ്ലിക്കും വയസ്സായി, ഈ 90 കിഡ്സായ എനിക്കും വയസ്സായി. വയസ്സുകൾ കൂടുന്നതാണ്. അത് രൂപമാറ്റത്തിൽ കണ്ട മുടിയൊക്കെ നരച്ചു, താടിയൊക്കെ ഫുള്ള് നരച്ച്. നമ്മളൊക്കെ വയസ്സായി, ചെറുപ്പം തുടങ്ങി ക്രിക്കറ്റ് കളി കണ്ട് ഇപ്പോൾ നമ്മളും ഇവരുടെ മുഖം കാണുമ്പോഴും നമ്മളും അതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കണമെന്നാണ്. ഈ പ്രവാസ ജീവിതത്തിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. ഒരുപാട് നാളായി പ്രവാസ ജീവിതം. പൈസ ഇല്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. ബാധ്യതകളുള്ളവൻ, കടമുള്ളവൻ, ലോൺ എടുത്തേക്കണവൻ, വീട് പണിയാൻ വേണ്ടി, പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി, അപ്പനമ്മനെ നോക്കാൻ വേണ്ടി, സ്വന്തം കുടുംബത്തിലെ കുട്ടികളെ നോക്കാൻ വേണ്ടി അയക്കണവനാണ് എല്ലാവരും പ്രവാസി. എല്ലാവരും ദൈവത്തിന് ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊരു വ്ളോഗൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയപ്പെടുത്തണം. ഓക്കെ, മറക്കരുത്. എന്തായാലും ടീം ഇന്ത്യ ഒരുപാട് സന്തോഷം. പുതിയ ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടാവട്ടെ. നമുക്ക് എപ്പോഴും ലോകകപ്പ് കിട്ടിക്കൊണ്ടിരിക്കട്ടെ. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ കേസും കൂടി പറയണമല്ലോ ഈ കൂട്ടത്തിൽ. കാര്യം അവർ ആദ്യമായിട്ടാണ് ഫൈനലിൽ വന്നത്, അവർ തോറ്റുപോയി. പക്ഷേ നമ്മൾ ഒരുപാട് തവണ ഫൈനൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ലോകകപ്പ് ആകെ 4 കപ്പാണ് നമുക്ക് കിട്ടിയേക്കണം. എന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പ്രാവശ്യം നിങ്ങളിന്ന് കമൻറ്റ് ചെയ്യണേ, നമ്മുടെ ഇന്ത്യൻ ടീം എത്ര പ്രാവശ്യം ഫൈനൽ വന്നിട്ടുണ്ടെന്ന്. അതും കൂടി ഇന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 4 പ്രാവശ്യമാണ് നമുക്ക് കപ്പ് കിട്ടിയിരിക്കണം. 2 2020, 2 50 ഓവർ മാച്ച്. ഒന്ന് 1983, ഒന്ന് 2011, പിന്നെ 2020 2007, പിന്നെ 2020 2024. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയേക്കണ കപ്പ് ആകെ 4 തവണയാണ്. അല്ല, എത്ര തവണ നമ്മൾ ഫൈനൽ വന്നിട്ടുണ്ട്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2003 വേൾഡ് കപ്പിൽ നമ്മൾ ഫൈനൽ വന്നു. 2007 നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി. അന്ന് ബംഗ്ലാദേശിനോടൊപ്പമൊക്കെ തോറ്റി നമ്മുടെ 50 ഓവർ ഇട്ട. പക്ഷേ വേൾഡ് കപ്പ് നമ്മൾ അടിച്ചു. 2020 വേൾഡ് കപ്പ് നമ്മൾ അടിച്ചു. 2011 പിന്നെയും നമ്മൾ വേൾഡ് കപ്പ് അടിച്ചു 4 വർഷത്തിന് ശേഷം. അതിൻ്റെ ഇടയിൽ 2020 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ശ്രീലങ്കനോടൊപ്പം ഫൈനലൊക്കെ തോറ്റുപോയായിരുന്നു. പിന്നെ 2011 കഴിഞ്ഞ് 2015 അതിനകത്ത് നമ്മൾ സെമിയിൽ തോറ്റുപോയി. ആരോടൊപ്പം തോറ്റത്? ന്യൂസിലൻഡിൻ്റെ കൂടി തോറ്റുപോയി. 2019 പിന്നെ നമ്മൾ തോറ്റത് സെമിയിൽ, അതും സെമിയിലാണെന്ന് തോന്നണത്. 2019 സെമിയിൽ തോറ്റി. 2023 ഫൈനലിൽ തോറ്റി. എത്ര പ്രാവശ്യമാണ് നമ്മൾ വന്നേക്കണം, അടുത്ത് വന്നിട്ട് കപ്പ് പോയേക്കണം. കുഴപ്പമില്ല, എന്തായാലും ജയിച്ചല്ല. കോഹ്ലി വിരമിച്ചു, രോഹിത് ശർമ്മ വിരമിച്ചു. പിന്നെ പുതിയ പിള്ളേർക്ക് അവസരം കിട്ടട്ടെ, എല്ലാവരും കളിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിഡിലോസ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം നിഖിൽ സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.